നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ദ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം, അത് ഹഫീസ് സയ്യിദാണ്. ഹഫീസ് സയ്യിദ് ലഷ്കർ ഇ ത്വയ്ബയുടെ സ്ഥാപകനാണ്. ഇന്ത്യ വിരുദ്ധ ആക്രമണങ്ങൾ, നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള നേതാവാണ്. ഐക്യരാഷ്ട്രസഭയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഭീകരൻ കൂടിയാണ്. ഈ ഭീകരന് ജമ്മു കാശ്മീർ കോടതി ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓപ്പൺ ഡേറ്റഡ് നോൺ ബെയിലബിൾ വാറണ്ടാണ് ഇപ്പോൾ ഹഫീസ് സയ്യിദിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. NIA അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ടാണ് നോൺ ബെയിലബിൾ വാറണ്ട് ഇപ്പോൾ ഹഫീസ് സയ്യിദിനെതിരെ ഇറക്കിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിലടക്കം മുഖ്യ പങ്കുണ്ട് എന്ന് NIA കണ്ടെത്തിയ ഭീകരനാണ് ഈ ഹഫീസ് സയ്യിദ്. പഹൽഗാം ഭീകരാക്രമണത്തിന് എല്ലാവിധ സഹായവും അതുപോലെ തന്നെ നിയന്ത്രണവുമൊക്കെ നടത്തിയിരുന്ന, അതിനാവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്ന ഭീകരനാണ് ഈ ഹഫീസ് സയ്യിദ്. ഹഫീസ് സയ്യിദ് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ളയാളാണ്. ഹഫീസ് സയ്യിദിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഹഫീസ് സയ്യിദിന് ഒട്ടേറെ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഹഫീസ് സയ്യിദ് എവിടെയാണോ ഉള്ളത് അവിടെ താൽക്കാലിക ജയിലായി പാകിസ്ഥാൻ സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ കേസുകളിൽ ഹഫീസ് സയ്യിദിനെ വിചാരണ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഹഫീസ് സയ്യിദിന് പാകിസ്ഥാനിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താനും ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്താനും ഒക്കെ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ഹഫീസ് സയ്യിദ് പാകിസ്ഥാന്റെ ഔദ്യോഗിക രേഖകളിൽ അറസ്റ്റിലാണ്. പക്ഷേ അയാൾ സർവതന്ത്ര സ്വതന്ത്രനാണ്. പക്ഷേ ഇന്ത്യയിലെ അടുത്ത കാലത്ത് അയാൾ പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് NIA കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് NIA കുറ്റപത്രം നൽകിയത്. ആ കുറ്റപത്രത്തിൽ പ്രധാന പ്രതി ഹഫീസ് സയ്യിദ് തന്നെയാണ്. ലഷ്കർ ഇ ത്വയ്ബയുടെ നേതാവ് എന്ന നിലയിലാണ് ഹഫീസ് സയ്യിദ് പ്രതിയായി മാറുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളായ പൗരന്മാരാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഇന്ത്യ കണ്ടെത്തി. പാകിസ്ഥാൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് കൃത്യമായി ഇന്ത്യ മനസ്സിലാക്കുന്നു. അതിനുശേഷം പാകിസ്ഥാന് തിരിച്ചടിയെന്നോണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ഇന്ത്യ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ആദ്യഘട്ടത്തിൽ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ആക്രമിച്ചു. രണ്ടാം ഘട്ടം എന്ന നിലയിൽ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളടക്കം വ്യോമ താവളങ്ങളടക്കം ആക്രമിച്ച് കീഴടക്കുന്നു. ഈ ആക്രമണം ശക്തമായതോടുകൂടി പാകിസ്ഥാൻ വെടിനിർത്തലിന് വേണ്ടി യാചിക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ വെടിനിർത്തലിന് ഇന്ത്യ സമ്മതിച്ചു. പഹൽഗാം ഭീകരാക്രമണം മാത്രമല്ല, മുംബൈ ഭീകരാക്രമണ കേസിലും ഈ ഹഫീസ് സയ്യിദ് ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ്. ഇന്ത്യയിൽ ഒട്ടുക്കും നടത്തിയിട്ടുള്ള നിരവധി ഭീകരാക്രമണ കേസുകളിൽ ഹഫീസ് സയ്യിദിന്റെ പേരുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഭീകരവാദിക്കാണ് ഓപ്പൺ ഡേറ്റഡ് നോൺ ബെയിലബിൾ വാറണ്ട് ഇന്ത്യ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിലായതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാറണ്ട് എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്ന് അറിയാൻ കഴിയും. പക്ഷേ ഹഫീസ് സയ്യിദിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യ നടത്താൻ സാധ്യതയുണ്ട്. നേരെ ചൊവ്വേ ഒരു ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അത് സാധിക്കില്ല. പക്ഷേ അജ്ഞാതരുടെ സംഘം പാകിസ്ഥാനിൽ വിളയാടുന്നുണ്ട്. അജ്ഞാതരുടെ ഒരു പാറ്റേൺ അനുസരിച്ച് ഹഫീസ് സയ്യിദിന്റെ ഇടതും വലതുമുള്ള ആളുകളെ അജ്ഞാതൻ ഇതിനോടുകൂടി തന്നെ വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇനി അജ്ഞാത സംഘത്തിന് ഇത്തരത്തിൽ പഴയതുപോലെ ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും കിട്ടുന്ന അവസരത്തിൽ ഈ ഹഫീസ് സയ്യിദിനെതിരായിട്ടുള്ള ആക്രമണവും അവർ നടത്തുമെന്ന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഹഫീസ് സയ്യിദിനെ ജീവനോടെ നിർത്തിയിരിക്കുകയാണ് അജ്ഞാതന്മാർ. ഇന്ത്യ അതിൻ്റെ ഒരു സൈനിക നടപടിയോ മറ്റോ നടക്കുമ്പോൾ ഹഫീസ് സയ്യിദിനെ നേരെ ജീവനോടെ പിടികൂടി കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഹഫീസ് സയ്യിദിനെ ഒന്നുകിൽ ജീവനോടെ പിടിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്ന ഒരു ദൗത്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം ഇന്ത്യ നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അജ്ഞാതന്മാർ ഈ അടുത്ത കാലത്ത് നടത്തിയ ആക്രമണങ്ങൾ പരിശോധിച്ചാൽ അത്തരം സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ എന്തായാലും ഒരു വാറണ്ട്, അത് മാത്രമാണ്, നിയമപരമായ വാറണ്ട് മാത്രമാണ് ഹഫീസ് സയ്യിദിന് നൽകുന്നത്. ഹഫീസ് സയ്യിദ് പാകിസ്ഥാനിൽ സുരക്ഷിതനാണ്. അതേസമയം ഹഫീസ് സയ്യിദിൻ്റെ നിരവധി കൂട്ടാളികൾ ഇപ്പോൾ ജയിലിലാണ്. ലഷ്കർ ഇ ത്വയ്ബയുടെ ഭീകരന്മാർ നിരവധി പേർ ഇപ്പോൾ ജയിലിലാണ്. അവർക്ക് ജാമ്യമടക്കം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ലഷ്കർ ഇ ത്വയ്ബയുടെ സ്ഥാപകനും തലവനുമായിട്ടുള്ള ഹഫീസ് സയ്യിദിന് നോൺ ബെയിലബിൾ വാറണ്ട് ഇന്ത്യ ഇറക്കിയിരിക്കുന്നത്, ഇന്ത്യയിലെ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്.